ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. സോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, NCD ആണ്. ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ബിഹേവിയറൽ പാറ്റേൺസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഈ ഡിസീസസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കാരണം വരുന്ന ഒന്നല്ല, പക്ഷേ ഇതിനൊരു ലോങ് ടേം നെഗ്ലെക്റ്റ് ഓഫ് ഹെൽത്ത് പ്രാക്ടീസ് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ പ്രശ്നമാവാം, ലാക്ക് ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ് ആയിരിക്കാം. സോ മോഡേൺ എറയിൽ റാപ്പിഡ് അർബനൈസേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ പാറ്റേൺസിലൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം ഡെസ്ക് ജോബ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ കലോറി പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേരിയസ് മെറ്റബോളിക് ആൻഡ് കാർഡിയോവസ്കുലർ പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ അക്യൂട്ട് ഡിസീസസ് പോലെയല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ടും പ്രോഗ്രസ് ചെയ്യുന്ന ഒന്നാണ്. പലപ്പോഴും നോട്ടീസബിൾ സിംറ്റംസ് ഏർലി സ്റ്റേജസിൽ കാണിക്കണം എന്നില്ല. സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നൊരു സമയത്തോട് തന്നെ ഈ ഡിസീസൊക്കെ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിസീസസിനെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ സൈലൻറ്റ് കില്ലേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ദേ ആർ ക്രോണിക് ഇൻ നേച്ചർ, ലോങ് ലാസ്റ്റിംഗ് കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രിവെൻറ്റബിൾ ആണ്, മാനേജബിൾ ആണ് ത്രൂ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഓഫ് ദ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിമച്വർ ഡെത്തും ഡിസബിലിറ്റിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള റിസ്ക്കുകളാണ്. മേജർ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, സെഡാൻഡറി ലൈഫ് സ്റ്റൈൽ, അൺഹെൽത്തി ഡയറ്റ്, ഹൈ ഫാറ്റ്, ഷുഗർ, സോൾട്ട്, ഒബീസിറ്റി ആൻഡ് ഓവർ വെയ്റ്റ്, സ്ട്രെസ് ആൻഡ് മെൻ്റൽ പ്രഷർ, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് ഇറഗുലർ റുട്ടീൻ. ഇനി അടുത്തതാണ് ഡയബറ്റീസ് മെൽറ്റസ്. സോ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇവിടെ ബോഡി എന്ന് പറയുന്നത് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പാൻക്രിയാസിലാണല്ലോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസ് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എഫക്റ്റീവായിട്ട് ഈ ഇൻസുലിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഹോർമോണാണ്. അതാണ് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവലിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം തന്നെ ഫെയിൽ ചെയ്താൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ബ്ലഡിൽ അധികമായിട്ട് കൂടും. അത് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇനി ഡയബറ്റീസിൻ്റെ കോസസ് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സെഡാൻറ്ററി ലൈഫ് സ്റ്റൈൽ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇതൊക്കെ ബോഡിയുടെ എബിലിറ്റി ടു യൂട്ടിലൈസ് ഗ്ലൂക്കോസ് എഫക്റ്റീവ്ലി കുറയ്ക്കും. അപ്പോൾ ഒരുപാട് ഷുഗർ ഫുഡ് അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതും ബ്ലഡ് ഷുഗർ ലെവൽസ് കൂട്ടുന്നുണ്ട്, പാൻക്രിയാസിൽ സ്ട്രെയിൻ കൊണ്ടുവരുന്നുണ്ട്. ഒബീസിറ്റി മറ്റൊരു മേജർ റിസ്ക് ഫാക്ടറാണ്. ഒരുപാട് ഫാറ്റ് ബോഡിയിലെ അടിഞ്ഞു കൂടുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്നുണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സിനും ഒരു റോളുണ്ട്. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അഡീഷണലി ക്രോണിക് സ്ട്രെസ്സും ഹോർമോണിക് ഇംബാലൻസസും ഡയബറ്റീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ സെഡാൻഡറി ലൈഫ് സ്റ്റൈൽ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ബൈ ദ മസിൽസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ ഇൻടേക്ക് ഓഫ് റിഫൈൻഡ് ഷുഗേഴ്സ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ്, ഒബീസിറ്റി എസ്പെഷ്യലി അബ്ഡോമിനൽ അല്ലെങ്കിൽ വിസ്റൽ ഫാറ്റ്, ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, സ്ട്രെസ് ഹോർമോൺസ് ലൈക്ക് കോർട്ടിസോൾ ഒക്കെ ഇൻസുലിൻ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാരണം ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇതിൻ്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ, എക്സസീവ് ആയിട്ടുള്ള തേഴ്സ്റ്റ് അല്ലെങ്കിൽ ദാഹം, ഇൻക്രീസ്ഡ് ഹങ്കർ, ഫറ്റീഗ്, ക്ഷീണം, വീക്ക്നെസ്, ബ്ലഡ് വിഷൻ, സ്ലോ വൂണ്ട് ഹീലിംഗ്, നംബ്നെസ് ഓർ ടിംഗ്ലിംഗ് ഇൻ എക്സ്ട്രീമിറ്റീസ് ഒക്കെ ഇതിനുള്ള കാരണങ്ങളാണ്. ഇനി കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിഡ്നി ഡാമേജ് വരാം, നെർവ് ഡാമേജ്, ഐ പ്രോബ്ലംസ്, ഹാർട്ട് ഡിസീസ് ഒക്കെ വരാം. മാനേജ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ്, റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അതിലൂടെ നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും. ബാലൻസ്ഡ് ഡയറ്റ് വേണം വിത്ത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്സ്, അതായത് ഷുഗർ കണ്ടൻറ്റ് കുറവുള്ള ഫുഡ്. വെയ്റ്റ് കൺട്രോൾ വേണം. ബ്ലഡ് ഷുഗർ മോണിറ്ററിങ് ചെയ്യണം. മെഡിക്കേഷൻ ഓർ ഇൻസുലിൻ തെറാപ്പി, സ്ട്രെസ് മാനേജ്മെൻറ്റ് ലൈക്ക് യോഗ, മെഡിറ്റേഷനൊക്കെ നോക്കാം. മറ്റൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഒബീസിറ്റി. സോ ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ എക്സസീവ് ആയിട്ടുള്ള ബോഡി ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവ്ലി ഹെൽത്തിനെ ബാധിക്കുകയും റിസ്ക് ഓഫ് വേരിയസ് ഡിസീസസ് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമല്ല, നമ്മുടെ ശരീര സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ മാത്രമല്ല, ഇതൊരു സീരിയസ് മെഡിക്കൽ കണ്ടീഷനാണ്. പല കോംപ്ലിക്കേഷൻസും ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ജോയിൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വരാം. അപ്പോൾ ഒബീസിറ്റി എന്ന് പറയുന്നത് പ്രൈമർലി കോസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ കാലോറി ഇൻടേക്കും നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചറും, നമ്മൾ എടുക്കുന്ന കലോറിയും അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എനർജറ്റിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഇത് തമ്മിലുള്ളൊരു ഇംബാലൻസ് കൊണ്ടാണ്. ഇപ്പോൾ ഹൈ കലോറി ഫുഡ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി അത് ഫാറ്റും ഷുഗറൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതിന് ഒത്തിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടും.
സെഡാൻഡറി ലൈഫ് സ്റ്റൈൽ, ലാക്ക് ഓഫ് എക്സസൈസ്, പ്രൊലോങ്ഡ് സിറ്റിംഗ്, കുറേ നേരം ഇരിക്കുക, ഇതെല്ലാം വെയിറ്റ് ഗെയിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ജനറ്റിക് ഫാക്ടേഴ്സും ഹോർമോണൽ ഇംബാലൻസും ബോഡി വെയിറ്റ് കൂട്ടും. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ബോഡി വെയിറ്റ് കൂട്ടുന്നുണ്ട്. സ്ട്രെസ്, ഇമോഷണൽ ഈറ്റിംഗ് ഓർ സ്ട്രെസ് ഈറ്റിംഗ്, പുവർ സ്ലീപ്പ് പാറ്റേൺസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒബീസിറ്റിക്ക്. അപ്പോൾ ഒബീസിറ്റിക്ക് വരുന്ന കാരണങ്ങളാണ് കലോറി ഇംബാലൻസ്, ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നത്, സെഡാൻഡറി ലൈഫ് സ്റ്റൈൽ, ഹോർമോണൽ ഡിസോർഡേഴ്സ് ലൈക്ക് തൈറോയിഡ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രെസ് ഈറ്റിംഗ്, ഇമോഷണൽ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഉറക്കമില്ലായ്മ. സോ സിംറ്റംസ് ഓഫ് ഒബീസിറ്റി: എക്സസ് ബോഡി വെയ്റ്റ്, അതായത് BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 30-ലും കൂടുതലായിരിക്കും. അബ്ഡോമിനലിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ബ്രെത്ത്ലെസ്നെസ് ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ. ലോ സ്റ്റാമിന ആൻഡ് ഫെറ്റീഗ്, ക്ഷീണം. ജോയിൻറ്റ് പെയിൻ ഇൻ നീഡ്സ്, ഹിപ്സ് ആൻഡ് ബാക്ക്. കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ജോയിൻറ്റ് ഡിസോർഡേഴ്സ്. മാനേജ് ചെയ്യാൻ വേണ്ടി കാലോറി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുക. അതായത് നമ്മുടെ കലോറി ഇൻടേക്ക് നമ്മൾ എത്ര എനർജി യൂസ് ചെയ്യുന്നു അതിനേക്കാളും കുറവായിരിക്കണം. റെഗുലർ ആയിട്ടുള്ള എറോബിക് എക്സസൈസ് ചെയ്യാം. ഫോർ ഫാറ്റ് ലോസ്, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം. ഫോർ മസിൽ പ്രിസർവേഷൻ, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ വരുത്താം. പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ, ലോങ് ടേം ലൈഫ് സ്റ്റൈൽ ഡിസിപ്ലിൻ. മറ്റൊരു അസുഖമാണ് ഒസ്റ്റിയോപൊറോസിസ്. ഒസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ ബോൺ ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോൺസിനെ ഇവിടെ വീക്കാക്കും, ഫ്രിജൈലാക്കും ആൻഡ് മോർ സസെപ്റ്റബിൾ ടു ഫ്രാക്ചേഴ്സ്. ഇത് കോമൺലി കാണുന്നത് ഓൾഡർ അഡൾട്ട്സിലും വുമണിലുമാണ്. ഇപ്പോൾ പ്രൈമറി കോസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ആണ്. ഇത് എസെൻഷ്യലാണ് ഫോർ ബോൺ ഹെൽത്ത്. ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയും ബോൺ സ്ട്രെങ്ത് ആൻഡ് ഡെൻസിറ്റി കുറയ്ക്കും. ഇപ്പോൾ ഏജിങ്, വയസ്സാവുന്നതിനനുസരിച്ചിട്ടും നാച്ചുറൽ ഡിക്ലൈൻ ഇൻ ബോൺ മാസ് വരാം. ഹോർമോണൽ ചേഞ്ചസ്, പ്രത്യേകിച്ചും മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ആയിട്ടുള്ള വുമണിൽ ഈ ഒസ്റ്റിയോപൊറോസിൻ്റെ റിസ്ക് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോൾ, പോർ ന്യൂട്രീഷനും ഒക്കെ ബോൺ ലോസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോസസ് നോക്കുകയാണെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഏജിങ് പ്രോസസ്, ഹോർമോണൽ ചേഞ്ചസ് ലൈക്ക് മെനോപോസ്, ലാക്ക് ഓഫ് വെയ്റ്റ് ബിയറിംഗ് ആക്ടിവിറ്റി, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. സിംറ്റംസ് ആണെങ്കിൽ അസിംറ്റോമാറ്റിക് ആണ് ഇനീഷ്യലി, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ് വരും, ബാക്ക് പെയിൻ, ലോസ് ഓഫ് ഹൈറ്റിന് കുറവ്, സ്റ്റൂപ്ഡ് പോസ്ചർ, കൈഫോസിസ് വരാം. മാനേജ്മെൻറ്റ് ഓഫ് ഒസ്റ്റിയോപൊറോസിസ് ആണ് കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കുക, സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവുക, വൈറ്റമിൻ ഡി, വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, വാക്കിംഗ്, റെസിസ്റ്റൻസ് ട്രെയിനിങ്, ഹാർംഫുൾ ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യുക, മെഡിക്കൽ സപ്പോർട്ട് നേടുക. അടുത്തതാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. സോ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന ഒരു സീരിയസ് കണ്ടീഷനാണ്. ഇവിടെ കൊറോണറി ആർട്ടറീസ് ദാറ്റ് സപ്ലൈ ഫുഡ് ടു ദ ഹാർട്ട് അത് നാരോ ആവാണ്, ബ്ലോക്ക് ആവാണ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഫാറ്റി ഡെപ്പോസിറ്റ്. അവിടെ ഫാറ്റ് അടിഞ്ഞുകൂടുന്നുണ്ട്. ഇത് ബ്ലഡ് ഫ്ലോവിനെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോവിനെ അത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഹാർട്ട് അറ്റാക്സിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഇനി കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ കോസസ് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഹൈ ഫാറ്റുള്ള ഡയറ്റ്, lack of physical activity, smoking and obesity, high blood pressure, high cholesterol levelsum ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക്. സ്ട്രെസ് ആൻഡ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സും ഒരു കാരണമാണ്. ഇപ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന ഒരു കാർഡിയോവസ്കുലർ കണ്ടീഷനാണ്. ഇവിടെ ആർട്ടറീസ് ദാറ്റ് ആർ സപ്ലൈയിങ് ബ്ലഡ് ടു ദ ഹാർട്ട് നാരോഡ് ആവുകയാണ് ഡ്യൂ ടു ഫാറ്റ് അക്യുമുലേഷൻ. ഇനി കോസസ് നോക്കുകയാണെങ്കിൽ high fat diet, high cholesterol level, smoking, obesity, hypertension, lack of physical activity, chronic stress. Symptoms നോക്കുകയാണെങ്കിൽ ചെസ്റ്റ് പെയിൻ വരാം, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വരാം, ഫെറ്റീഗ് വരാം, ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, ഹാർട്ട് അറ്റാക്ക് റിസ്ക്. മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാർട്ട് ഹെൽത്തി ഡയറ്റ് നോക്കുക, റെഗുലർ എറോബിക് എക്സസൈസ് ചെയ്യുക, വെയിറ്റ് മാനേജ്മെൻറ്റ്, സ്ട്രെസ് റിഡക്ഷൻ, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, മെഡിക്കേഷൻ ആൻഡ് സർജിക്കൽ ഇൻ്റർവെൻഷൻ. മറ്റൊന്നാണ് ബാക്ക് പെയിൻ. ഇപ്പോൾ ഇവിടെ റോങ് സിറ്റിംഗ് പോസ്റ്ററും കറക്റ്റ് സിറ്റിംഗ് പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള മസ്കുലോ സ്കെൽറ്റൽ ഡിസോർഡർ ആണ്. ഇതിന് കാരണങ്ങൾ പുവർ പോസ്ചർ, ഇനാക്ടിവിറ്റി ആൻഡ് മസ്കുലർ ഇംബാലൻസ് ആണ്. ബാക്ക് പെയിൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് കണ്ടീഷനാണ്, എല്ലാ ഏജിലുള്ള ആളുകളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുവർ പോസ്ചർ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് സ്ട്രെയിൻ ഓൺ ദ മസിൽസ് ആൻഡ് സ്പൈൻ, പ്രൊലോങ്ഡ് സിറ്റിംഗ്, എസ്പെഷ്യലി വിത്ത് പുവർ പോസ്ചർ, കുറേ നേരം ഇരിക്കുന്നത്, അത് സ്പൈനിലും മറ്റും പ്രഷർ കൊടുക്കുകയും ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ലാക്ക് ഓഫ് എക്സസൈസും മസിൽസിനെ വീക്കൻ ചെയ്യുന്നുണ്ട്, ദറ്റ് സപ്പോർട്ട് ദ സ്പൈൻ. ഇംപ്രോപ്പർ ലിഫ്റ്റിംഗ് ഓഫ് ഹെവി ഒബ്ജക്ട്സ്, അതുപോലെ തന്നെ സഡൻ മൂവ്മെൻറ്റ്സും സ്ട്രെയിൻ ആൻഡ് ഇഞ്ചുറി കൊണ്ടുവരും. സ്ട്രെസ്സും ടെൻഷനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു മസിൽ ടൈറ്റ്നസ് ആൻഡ് പെയിൻ. കോസസ് നോക്കുകയാണെങ്കിൽ പുവർ പോസ്ചർ, പ്രൊലോങ്ഡ് സിറ്റിംഗ്, വീക്ക് ആയിട്ടുള്ള കോർ മസിൽസ്, ഇംപ്രോപ്പർ ലിഫ്റ്റിംഗ്, സ്ട്രെസ് റിലേറ്റഡ് മസിൽ ടെൻഷൻ. സിംറ്റംസ് ലോവർ അപ്പർ ബാക്കിൽ പെയിൻ ഉണ്ടാവും, സ്റ്റിഫ്നെസ് ഉണ്ടാവും, റെഡ്യൂസ്ഡ് മൊബിലിറ്റി ആൻഡ് മസിൽ ടൈറ്റ്നസ് ഉണ്ടാവും. മാനേജ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലർ സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, കോർ സ്ട്രെങ്തനിങ് ചെയ്യുക, എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാം.
കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന ഒരു മേജർ ഹെൽത്ത് ചലഞ്ച് തന്നെയാണ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇത് പ്രൈമർലി കോസ് ചെയ്യപ്പെടുന്നത് അൺഹെൽത്തി ഹാബിറ്റ്സ്, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് പുവർ ഡയറ്ററി പാറ്റേൺസ് കൊണ്ടാണ്. ഇത് ഡിസീസസ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയെ കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ബാധിക്കുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി റെഗുലർ എക്സസൈസ്, ബാലൻസ്ഡ് ന്യൂട്രീഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഡെയിലി റുട്ടീൻസ് ഫോളോ ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഹെൽത്തി, ആക്റ്റീവ് ആൻഡ് ഡിസീസ് ഫ്രീ ലൈഫ് നയിക്കാൻ പറ്റും. ഇനി ബോഡി കോമ്പോസിഷൻ ആൻഡ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് എങ്ങനെ ബോഡി ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്കിൻ ഫോൾഡ് മെഷർമെൻറ്റ്സ്. സ്കിൻ ഫോൾഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീൽഡ് മെത്തേഡാണ് ടു എസ്റ്റിമേറ്റ് ബോഡിയുടെ ഫാറ്റ് പെർസെൻറ്റേജ് നോക്കുക. സോ ബൈ മെഷറിങ് ദ സബ് കട്ടേനിയസ് ഫാറ്റ് തിക്നെസ് യൂസിങ് എ കാലിപ്പർ. ഈ ഇമേജിൽ കാണുന്ന പോലെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 50 മുതൽ 70% വരെ ബോഡി ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് സ്കിന്നിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ഫോൾഡ് ഇങ്ങനെ അതിൻ്റെ തിക്നെസ് വെച്ച് എത്ര ടോട്ടൽ ബോഡി ഫാറ്റ് ഉണ്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ വാല്യൂസ് ആർ യൂസ്ഡ് ടു പ്രെഡിക്ഷൻ ഇക്വേഷൻസ് ലൈക്ക് ജാക്സൺ, പൊളോക്ക്, ഡർണിൻ ആൻഡ് ഒമിസ്ലി. ഇപ്പോൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഇപ്പോൾ 3 സൈറ്റ് മെത്തേഡാണ് ജിം ക്ലയൻസിന് യൂസ് ചെയ്യുക. 4 സൈറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, 7 സൈറ്റ് മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ മെഷർമെൻറ്റ് സൈറ്റ്സ് ആണ് ചെസ്റ്റ്, അബ്ഡോമൻ, തൈ, മിഡ്, ആക്സിലറിയിലൊക്കെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. പ്രിക്കോഷൻ എന്താണെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡിയെ മെഷർ ചെയ്യുക, വർക്കൗട്ടിനും സ്വെറ്റിങ്ങിനും ശേഷം മെഷർ ചെയ്ത് കൺസിസ്റ്റൻറ്റ് പിഞ്ചിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക, ടൈം ടെസ്റ്റ് ഫോർ അക്യുറസി യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് അപ്ലൈക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫാറ്റ് ലോസ് പ്രോഗ്രസ് നമുക്ക് നോക്കാൻ പറ്റും, അത്ലറ്റിൻ്റെ കണ്ടീഷൻ നോക്കാൻ പറ്റും. കട്ടിങ് ഫേസസിൽ യൂസ്ഫുൾ ആണ്. കട്ടിങ് ഫേസസ് എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് ഗെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ബോഡി ബിൽഡേഴ്സ്, അവർ ആ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു ഫേസിന് അവരുടെ ബോഡിയെ അവർ ആ ഒരു മസിൽ ബിൽഡിംഗ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്നൊരു ഫേസിനെയാണ് കട്ടിങ് ഫേസ് എന്ന് പറയുക. ഹെൽപ്സ് കമ്പയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ നോക്കാൻ പറ്റും. ഇപ്പോൾ കമ്പാരിസൺ വിത്ത് അതർ മെത്തേഡ്സ് ഡെക്സാ സ്കാനിനേക്കാളും കുറച്ചുകൊണ്ട് പ്രാക്ടിക്കലാണ്. പിന്നെ ചീപ്പർ ദാൻ ദി ഹൈഡ്രോസ്റ്റാറ്റിക് വെയിങ് ആണ്. പിന്നെ ലെസ് അക്യുറേറ്റ് ആണ്. ലാബ് ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത്ര അക്യുറസി ഇത് തരുന്നില്ല. ഇനി അടുത്തതാണ് ബോഡി ഷേപ്പ് ഇൻഡെക്സ്, ABSI. സോ ബോഡി ഷേപ്പ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് ഹെൽത്ത് റിസ്ക് ആണ് ബേസ്ഡ് ഓൺ വേസ്റ്റിലെ സർക്കംഫറൻസ് അനുസരിച്ച് റിലേറ്റഡ് ടു ദ ഹൈറ്റ് ആൻഡ് BMI. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് വിസറൽ ഫാറ്റിലാണ്, അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ ചുറ്റും ആ ഓർഗൻസിന് ചുറ്റും അടിഞ്ഞു കൂടിയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ്. അപ്പോൾ ഇത് കാർഡിയോവാസ്കുലർ ഡിസീസസ്, മെറ്റാബോളിക് സിൻഡ്രോം, മോർട്ടാലിറ്റി റിസ്കിനോടൊക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ സെയിം BMI ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഡിഫറെൻറ്റ് റിസ്ക് ലെവൽ ആയിരിക്കാം. ഇപ്പോൾ ഒരു ഹയർ വേസ്റ്റ് സർക്കംഫറൻസ് ഉള്ള ആൾക്കാർക്കാം കൂടുതൽ ഹയർ റിസ്ക് വരാം. അപ്പോൾ ഇതൊരു ബെറ്റർ പ്രെഡിക്റ്റർ ദാൻ BMI ആണ്. ഹിഡൻ ഒബീസിറ്റി, സ്കിന്നി ഫാറ്റൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ഇൻ അഡ്വാൻസ്ഡ് ഫിറ്റ്നസ് അസസ്മെൻറ്റ്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബേസിക് ഫിറ്റ്നസ് സെറ്റിങ്സിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നില്ല, കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്. അടുത്താണ് ബോഡി മാസ് ഇൻഡെക്സ്. ഇതൊരു സിമ്പിൾ ഇൻഡെക്സ് ഓഫ് വെയ്റ്റ് ഫോർ ഹൈറ്റ് ആണ്, യൂസ്ഡ് ടു ക്ലാസിഫൈ അണ്ടർ വെയ്റ്റ് ആണോ, നോർമൽ വെയ്റ്റ് ആണോ, ഓവർ വെയ്റ്റ് ആണോ, അത് ഒബീസ് ആണ്. അപ്പോൾ ഫോർമുല നോക്കുന്നത് BMI എന്ന് പറയുന്നത് വെയ്റ്റ് kg ഡിവൈഡഡ് ബൈ ഹൈറ്റ് മീറ്റർ ഇൻറ്റു 2. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഡഡ് ക്ലാസിഫിക്കേഷൻ WHO പറയുന്ന പോലെ 18.5 താഴെയാണെങ്കിൽ അണ്ടർ വെയ്റ്റ്, 18.5 to 24.9 ആണെങ്കിൽ നോർമൽ, 25 to 29.9 ആണെങ്കിൽ ഓവർ വെയ്റ്റ്, 30 to 34.9 ആണെങ്കിൽ ഒബിസിറ്റി ക്ലാസ് 1, 35 to 39.5 ആണെങ്കിൽ ഒബിസിറ്റി ക്ലാസ് 2, എബവ് 40 ആണെങ്കിൽ സിവിയർ ഒബിസിറ്റി ആണ്. അഡീഷണൽ പോയിന്റ്സ് നോക്കേണ്ടത് പബ്ലിക് ഹെൽത്ത് സ്ക്രീനിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് ഒക്കെ അസസ് ചെയ്യാൻ പറ്റും. ക്വിക്ക് ടൂൾ ഫോർ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആണ്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ബോഡി ബിൽഡേഴ്സിനെയും ഓവർ വെയ്റ്റ് ആയിട്ട് മിസ്ക്ലാസിഫൈ ചെയ്യും. ഏജ് ഓർ ജെൻഡർ ഡിഫറൻസസ് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ബെറ്റർ ആൾട്ടർനേറ്റീവ്സ് ആണ് ABSI. അവിടെ വെയ്റ്റ് ടു ഹിപ്പ് റേഷ്യോ ആണ് നോക്കുന്നത്. സ്കിൻ ഫോൾഡ് മെഷർമെൻ്റ് ഒക്കെ നമുക്ക് എടുക്കാം. അടുത്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ്, BMR. ഇതൊരു മിനിമം എനർജി റിക്വയർഡ് ആയിട്ടുള്ള BMR എന്ന് പറയുന്നത് മിനിമം എനർജിയാണ് റിക്വയർഡ് ടു സസ്റ്റെയിൻ ലൈഫ് അറ്റ് കംപ്ലീറ്റ് റെസ്റ്റ്. ഇതിൻ്റെ കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് ഫോർ 60 to 70% ഓഫ് ഡെയിലി കലോറി എക്സ്പെൻഡിച്ചർ. നമുക്ക് റിമൈനിങ് എനർജി ഫിസിക്കൽ ആക്ടിവിറ്റിക്കും ഡൈജഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലർ ഫോർമുല മെന്നിൻ്റെ BMR നമ്മൾ നോക്കുന്നത് 88.36 പ്ലസ് 13.5 into weight plus 4.8 into height minus 5.7 into age. വുമണിനാണെങ്കിൽ 44.6, 9.2 into weight, 3.1 into height, 4.3 into age. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻക്രീസിങ് BMR, കൂടുതൽ മസിൽ മാസ്, യങ്ങർ ഏജ്, ഹോർമോണൽ ആക്ടിവിറ്റി, റെഗുലർ ട്രെയിനിങ് ഒക്കെ BMR കൂട്ടും.
ഫാക്ടേഴ്സ് ഡിക്രീസിങ് BMR ആണ് ഏജിങ്, സെഡാൻറ്ററി ലൈഫ് സ്റ്റൈൽ, ക്രാഷ് ഡയറ്റിംഗ്, ലോസ് ഓഫ് മസിൽ ലോസ്. അപ്പോൾ ഇത് നമുക്ക് കലോറി ഡെഫിഷ്യറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യാം, കലോറി സർപ്ലസ് മസിൽ ഗെയിന് വേണ്ടി യൂസ് ചെയ്യാം, മെറ്റബോളിക് അഡാപ്റ്റേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വേവ് ഓഫ് ബ്ലഡ് ഫ്ലോ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് ഡ്യൂ ടു ദ ഹാർട്ട് കോൺട്രാക്ഷൻ. അപ്പോൾ അഡീഷണൽ പൾസ് പോയിന്റ്സ് ആണ് ടെമ്പറൽ ഹെഡിലുള്ളത്, പോപ്ലിറ്റൽ ബിഹൈൻഡ് ദ നീ, ഡോർസാലിസ് പെഡിസ് ഫുട്ട്. ടൈപ്സ് ഓഫ് പൾസ് ഉണ്ട്. റെസ്റ്റിംഗ് പൾസ് റേറ്റ്, അതിനാണ് RPR എന്ന് പറയുന്നത്. ടാർഗറ്റ് ഹാർട്ട് റേറ്റ് THR, റിക്കവറി ഹാർട്ട് റേറ്റ്. ടാർഗറ്റ് ഹാർട്ട് റേറ്റിൻ്റെ ഫോമുലയാണ് THR എന്ന് പറയുന്നത് 16% മൈനസ് 85% ഓഫ് MHR. MHR എന്ന് പറയുന്നത് 220 മൈനസ്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ലോവർ റെസ്റ്റിംഗ് പൾസ് ആണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാർഡിയോവസ്കുലർ ഫിറ്റ്നസിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ എന്തൊക്കെ മോണിറ്റർ ചെയ്യാം? ട്രെയിനിങ് ഇൻറ്റൻസിറ്റി, ഫാറ്റ് ബേണിങ്സ് ഓൺ അത്ലറ്റിക് പെർഫോമൻസ് ഒക്കെ നോക്കാം. അടുത്തതാണ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദി സർക്കുലേറ്റഡ് ബ്ലഡ് ഓൺ ദി ആർട്ടീരിയൽ വാൾസ്. ആർട്ടീരിയൽ വാൾസിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ബ്ലഡ് കൊടുക്കുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഡീറ്റെയിൽഡ് BP കോമ്പണൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് സിസ്റ്റോളിക് ടോപ്പ് നമ്പറാണ് ഹാർട്ട് കൺട്രാക്ഷൻ, ഡയസ്റ്റോളിക് ബോട്ടം നമ്പറാണ് ഹാർട്ട് റിലാക്സേഷൻ. അഡ്വാൻസ്ഡ് ക്ലാസിഫിക്കേഷൻ നോർമൽ BP ആണ് 120 to 80, എലവേറ്റഡ് ആണ് 120, 129 or 80. ഹൈപ്പർ ടെൻഷൻ ആണ് 139 or 80 to 89 above. ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 ആണ് 140 to 90. അപ്പോൾ BP രണ്ട് തരത്തിലുണ്ട്, ഹൈ BP, ലോ BP. ഹൈ BPനെയാണ് ഹൈപ്പർ ടെൻഷൻ, ലോ BP ആണ് ഹൈപ്പോ ടെൻഷൻ. കോംപ്ലിക്കേഷൻസ് വരുന്നത് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ, വിഷൻ ലോസ് ഒക്കെ വരാം. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ലോ സോൾട്ട് ഡയറ്റ് എടുക്കുക, റെഗുലർ എക്സസൈസ്, വെയിറ്റ് കൺട്രോൾ, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക, അവോയ്ഡ് സ്മോക്കിംഗ്, ആൽക്കഹോൾ. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ എല്ലാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എസെൻഷ്യൽ ടൂൾസ് ഇൻ മോഡേൺ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് അസസ്മെൻ്റ് ആണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സയൻറ്റിഫിക് ഡാറ്റയാണ് അബൌട്ട് ബോഡി കമ്പോസിഷൻ, മെറ്റബോളിക് എഫിഷ്യൻസി, കാർഡിയോവസ്കുലർ കണ്ടീഷൻ. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഴ്സണലൈസ്ഡ് ഫിറ്റ്നസ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യാം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാം, ഹെൽത്ത് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത യൂണിറ്റ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. ഫസ്റ്റ് എയ്ഡ്, ന്യൂട്രീഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ ആണ്. പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു, പക്ഷെ അത് ടെമ്പററി ആണ്. ഗിവൺ ടു എ പേഴ്സൺ ഹു ഈസ് ഇൻജോർഡ്, ഒരു ഇഞ്ചുറി വന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ സഡൻലി ബിക്കംസ് ഇൽ ബിഫോർ ദ പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ്. ആ മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് അസിസ്റ്റൻസ് ആണ്. ഒരു ആക്സിഡൻറ്റിൻ്റെ സീനിലോ എമർജൻസിയുടെ സീനിലോ നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ലൈഫ്, ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുക, പ്രിസർവിങ് ലൈഫ്, പ്രിവെൻറ്റിംഗ് ദ കണ്ടീഷൻ ഫ്രം വേഴ്സണിങ് ആൻഡ് പ്രൊമോട്ടിംഗ് റിക്കവറി. സിമ്പിൾ ടേമിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് given to a casualty until medical treatment is available. ഇനി ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ക്രൂഷ്യൽ റോൾ ഉണ്ട്, ലൈഫ് സേവ് ചെയ്യുന്നുണ്ട്, സിവിയറിറ്റി ഓഫ് ഇഞ്ചുറീസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ആ സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് വരുത്താനായിട്ട് പറ്റും. ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇത് പ്രിസർവ് ചെയ്യുന്നുണ്ട്, ലൈഫിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷൻ ഫ്രം വേഴ്സണിങ് ഉണ്ട്, ഇപ്പോൾ എക്സസീവ് ബ്ലീഡിങ്, ഇൻഫെക്ഷൻ, ഷോക്ക് എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റർ റിക്കവറിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ആ ഇഞ്ചുറിയുടെ ഒരു വ്യാപ്തി കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ക്വിക്ക് ഹീലിംഗ് ഒക്കെ റിക്കവറി നടക്കും. പിന്നെ റിലീഫ് ഫ്രം പെയിൻ ആൻഡ് ആങ്സൈറ്റി. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പെയിൻ, ഫിയർ, ഇമോഷണൽ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും ഇഞ്ചേർഡ് പേഴ്സണ്. പെർമനൻറ്റ് ഡിസേബിലിറ്റിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ കെയർ കറക്റ്റ് സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ലോങ് ടേം ഡാമേജ് അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഒക്കെ മാറ്റാൻ പറ്റും. അവയർനെസ്സും പ്രിപ്പയർനെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള നോളേജ് ഇൻഡിവിജ്വൽസിനെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കും, എമർജൻസീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, ബേസിക് ഗൈഡ് ലൈൻസ് ആണ് ഒരു എമർജൻസി കെയർ കൊടുക്കുമ്പോൾ നോക്കേണ്ടത്. ഒന്ന്, എൻഷുർ സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റി, വിക്ടിമിൻ്റെ സേഫ്റ്റി, എൻവയോൺമെൻറ്റ്. ഹെൽപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് എയ്ഡ് മീൻസ് ദ പേഴ്സൺ ഹു ഈസ് ഗിവിങ് ദ ഫസ്റ്റ് എയ്ഡ് ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ, എൻവയോൺമെൻറ്റ് സേഫാണ്, ഒരു ഡേഞ്ചർ ഇല്ല, ഫയർ, ഇലക്ട്രിസിറ്റി, ട്രാഫിക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു സെക്കൻഡ് വിക്ടിം ആവാതെ നോക്കണം. പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷൻ അസസ് ചെയ്യണം. എന്താണ് ആ നേച്ചർ ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ്, വിക്ടിമിൻ്റെ റെസ്പോൺസ് നോക്കുക, ബ്ലീഡിങ് ഉണ്ടോ, ബ്രീത്തിങ് ഉണ്ടോ, അൺകോൺഷ്യസ് ആണോ എന്നുള്ളത് നോക്കുക. പ്രിസർവ് ലൈഫാണ് പ്രൈമറി കോൾ. എയർവേ എൻഷുർ ചെയ്യുക, ഇറ്റ് ഈസ് ക്ലിയർ, ബ്രീത്തിങ് ഉണ്ടോ എന്നുള്ളത് നോക്കുക, സർക്കുലേഷൻ ഉണ്ടോ, കൺട്രോൾ ബ്ലീഡിങ് എന്നുള്ളതാണ്. പ്രിവെൻറ്റ് ഫർദർ ഇഞ്ചുറി, അൺനെസസറി മൂവ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട, ഇമ്മൊബിലൈസ് ചെയ്യുക, ഇഞ്ചേർഡ് ആയിട്ടുള്ള പാർട്സാണ് ഇമ്മൊബിലൈസ് ചെയ്യുക, അവർ മൂവ് ചെയ്യരുത്. പ്രൊട്ടക്ട് ബോൺസ് ഫ്രം ഇൻഫെക്ഷൻ, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കുക, അവൈലബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുക, കോൾ ഫോർ മെഡിക്കൽ ഹെൽപ്പ്, ഇൻഫോം ചെയ്യുക ആംബുലൻസിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ, ക്ലിയർ അക്യുറേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, റീഅഷ്യൂർ ദ വിക്ടിം, കീപ് ദ പേഴ്സൺ കാം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, പാനിക് ആവാതെ നോക്കുക. ഡ്യൂട്ടീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡർ, ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്ന പേഴ്സൺ
ട്രെയിൻഡ് ആയിരിക്കണം ഈ ഇമ്മീഡിയറ്റ് കെയർ ഡ്യൂറിങ് എമർജൻസീസിൽ കൊടുക്കാൻ വേണ്ടി. ഇതിലെ ഡ്യൂട്ടി എന്ന് പറയുന്ന റെസ്പോൺസിബിൾ, കെയർഫുൾ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻ വേണം. റിമെയിൻ കാം ആൻഡ് കോൺഫിഡൻറ്റ്, പാനിക് ആവരുത്, കോൺഫിഡൻസ് ആൻഡ് കൺട്രോൾ വേണം. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം. സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ നോക്കി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ വിത്തൗട്ട് ഡിലേ കൊടുക്കണം. സേഫ്റ്റി ഉറപ്പാക്കണം. ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കണം. ഇൻജേർഡ് പേഴ്സൺ ആൻഡ് അതേഴ്സ് അറൗണ്ട്. പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ്. ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. CPR വേണമെങ്കിൽ അത് പെർഫോം ചെയ്യുക. ഇഞ്ചുറീസ് ആണെങ്കിൽ അത് അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക. ഹെൽപ്പിന് വേണ്ടി വിളിക്കുക. എമർജൻസി സർവീസസിനെ ഇൻഫോം ചെയ്യുക. ട്രാൻസ്പോർട്ട് ഇതാക്കുക. ഒരിക്കലും കെയർലെസ് ആവരുത്. റോങ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കരുത്. മൂവ് ചെയ്യരുത് ആ വിക്ടിമിന് ആവശ്യമില്ലാതെ. ഫുഡോ ഡ്രിങ്കോ ഒന്നും സീരിയസ് കേസസിൽ കൊടുക്കരുത്. ഒബ്സർവ് ആൻഡ് മോണിറ്റർ. പൾസ്, ബ്രീത്തിങ്, കോൺഷ്യസ്നെസ് ഒക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലീൻ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുക. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. കാമായിട്ട് സംസാരിക്കുക. ഫിയറും ആങ്സൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യുക. സ്റ്റേ ആൻറ്റിൽ ദ ഹെൽപ്പ് അറൈവ്. ഫസ്റ്റ് എയ്ഡ് അവിടെ വിക്ടിമിൻ്റെ കൂടെ നിൽക്കണം, പ്രൊഫഷണൽ ഹെൽപ്പ് വരുന്നവരെ. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു എസെൻഷ്യൽ ലൈഫ് സേവിങ് സ്കില്ലാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു വൈറ്റൽ റോൾ ഉണ്ട് ഇൻ ഹാൻഡിലിംഗ് ദ എമർജൻസീസ് എഫക്റ്റീവ്ലി ആൻഡ് റെഡ്യൂസിങ് ദ ഇമ്പാക്ട് ഓഫ് ദി ഇഞ്ചുറീസ്. സോ ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡർ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രോപ്പർ ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവ് ചെയ്യുക മാത്രമല്ല, സേഫ്റ്റി, അവയർനെസ്, പ്രിപ്പയർഡ്നെസ് ഇൻ സൊസൈറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേതാണ് നമ്മൾ CPR ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഇൻ ഡിഫറെൻറ്റ് എമർജൻസി കേസസ്. സോ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഒരു ഇമ്മീഡിയറ്റ് കെയർ ആണ്. ഇൻജേർഡോ അല്ലെങ്കിൽ ഒരു ഇൽ പേഴ്സണ് ബിഫോർ പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുന്ന ഒരു സാധനമാണ്. എമർജൻസി സിറ്റുവേഷൻസ് ആയിട്ടുള്ള കാർഡിയാക് അറസ്റ്റ്, ഡ്രൗണിങ്, വെള്ളത്തിൽ മുങ്ങുക, പോയിസണിങ്, ബേൺസ്, ഫ്രാക്ചേഴ്സ്, ഈ സമയത്തൊക്കെ ആ സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും, കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, റിക്കവറി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. എല്ലാ എമർജൻസി പ്രൊസീജിയേഴ്സിലും CPR ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് ടെക്നിക്. സോ CPR അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. CPR എന്ന് പറയുന്നത് ഒരു എമർജൻസി പ്രൊസീജിയറാണ്. ഇപ്പോൾ ഒരാളുടെ ബ്രീത്തിങ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവാൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ടു ദ ബ്രെയിൻ ആൻഡ് അതർ വൈറ്റൽ ഓർഗൻസ് അൺടിൽ ദ മെഡിക്കൽ ഹെൽപ്പ് കംസ്. ഈ പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മൾ എൻഷുർ ചെയ്തുകൊണ്ടാണ്. സറൗണ്ടിങ് സേഫ് അല്ലേ, റെസ്പോൺസ് ഉണ്ടോ വിക്ടിമിൻ്റെ, ഈ പേഴ്സൺ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എയർവേ നമ്മൾ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഹെഡ് ടിൽറ്റ് ചെയ്യാം, ചിൻ ലിഫ്റ്റ് മെത്തേഡൊക്കെ യൂസ് ചെയ്യാം ടു ചെക്ക് ബ്രീത്തിങ്. ഇനി പേഴ്സൺ നോർമലായിട്ടല്ല ബ്രീത്ത് ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഹാൻഡും സെൻറ്റർ ഓഫ് ദ ചെസ്റ്റിൽ വെച്ചിട്ട് പ്രസ് ഡൗൺ ചെയ്യാണ്. ഫേമിലി ആൻഡ് റിതമിക്കലി അറൗണ്ട് 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ 30 കംപ്രഷന് ശേഷവും റെസ്ക്യൂർ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്രിമ ശ്വാസം അല്ലെങ്കിൽ ബ്രീത്ത് കൊടുക്കുന്നുണ്ട്. ബൈ സീലിംഗ് ദ വിക്ടിംസ് മൗത്ത് ആൻഡ് ബ്ലോയിങ് ദ എയർ ഇൻ ടു ദ ലങ്സ്. സോ എൻഷുറിങ് ദ ചെസ്റ്റ് റൈസസ്. ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ റിക്കവറിയുടെ സയൻസ് കാണിക്കുന്നവർ അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് വരുന്നവർ. അപ്പോൾ CPR എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. ബിക്കോസ് ബ്രെയിനിന് ഇറിവേഴ്സിബിൾ ഡാമേജ് ഒക്കെ സംഭവിക്കാം ഓക്സിജൻ ഇല്ലാതെ കുറേ നേരം നിൽക്കേണ്ടി വരികയാണെങ്കിൽ. അപ്പോൾ ഇതിനൊരു പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. കൈ ചെസ്റ്റിൽ ഇങ്ങനെ വെച്ച് 100 to 120 കംപ്രഷൻസ് കൊടുക്കുകയാണ്. ഒരു 2 ഇഞ്ച് പുഷ് ഡൗൺ 2 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഇഞ്ച് താഴത്തേക്ക് പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സിംറ്റംസ് വെൻ CPR ഈസ് നീഡഡ്. അൺകോൺഷ്യസ് ആണ്, ബ്രീത്തിങ് ഇല്ല, പൾസ് ഇല്ലെങ്കിലൊക്കെ കൊടുക്കാം. ഇതിൻ്റെ സ്റ്റെപ്പിനെ പറയുന്നത് TRABC മെത്തേഡ്. D ഡേഞ്ചർ, എൻഷുർ ഏരിയ സേഫ്, റെസ്പോൺസ്, ചെക്ക് റെസ്പോൺസിനെസ്, A എയർവേ, ഓപ്പൺ എയർവേ, B ബ്രീത്തിങ്, ചെക്ക് ബ്രീത്തിങ്, C സർക്കുലേഷൻ, സ്റ്റാർട്ട്, ചെക്ക് കംപ്രഷൻസ്, 30 കംപ്രഷൻസ് ആൻഡ് 2 ബ്രീത്ത്, 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. ഡെപ്ത്ത്, എത്ര ഡെപ്തിൽ നമ്മൾ പുഷ് ചെയ്യാം എന്നുള്ളത് 5 to 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഓക്സിജൻ സപ്ലൈ ടു ബ്രെയിൻ ഉണ്ട്, ബ്രെയിൻ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ലൈഫിനെ സേവ് ചെയ്യുന്നു. കറക്റ്റ് ഹാൻഡ് പ്ലേസ്മെൻ്റ് ആയിരിക്കണം. CPR കൊടുക്കാൻ ഒരു വൈകരുത്. കണ്ടിന്യൂ അൺടിൽ ഹെൽപ്പ് അറൈവ്സ്. ഇനി ഡ്രൗണിങ്ങിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആണ്. അതായത് ഒരാൾ അൺഎബിൾ ടു ബ്രീത്ത് ആണ് ഡ്യൂ ടു സബ്മേർഷൻ ഇൻ വാട്ടർ, വെള്ളത്തിൽ മുങ്ങിപ്പോയതുകൊണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്നും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക ഈ വിക്ടിം വെള്ളത്തിന് പുറത്ത് വന്നതിന് ശേഷം അവരുടെ ബ്രീത്തിങ്ങും പൾസൊക്കെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ CPR കൊടുക്കാം. അപ്പോൾ വെറ്റ് ക്ലോത്തിങ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസാക്കാം. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് വാമായിട്ട് വേണം ടു പ്രിവെൻറ്റ് ദ ഷോക്ക്. അതുപോലെ തന്നെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതെ ട്രൈങ് ടു റിമൂവ് ദ വാട്ടർ, ലങ്സിലൊക്കെ വെള്ളം കയറണം, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബ്രീത്തിങ് റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി. ഇപ്പോൾ കോൺഷ്യസ്നസ് റീഗെയിൻ ചെയ്യുമ്പോൾ മെഡിക്കൽ ഇവാലുവേഷനൊക്കെ നെസസറി ആയിരിക്കും, കാരണം കോംപ്ലിക്കേഷൻസ് പിന്നെ വേണമെങ്കിലും വരാം.
ഇപ്പോൾ ഡ്രൗണിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ ഒരാൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഡ്യൂ ടു ദ സബ്മേർഷൻ ഇൻ വാട്ടർ. അത് ഓക്സിജൻ ഡിപ്രിവേഷനിലേക്കൊക്കെ കൊണ്ടുപോകാം. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആവാം, അൺകോൺഷ്യസ്നെസ് ആവാം, അതുപോലെ തന്നെ ബ്ലൂ ലിപ്സും ആവാം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് കൊണ്ടുവരിക, ബ്രീത്തിങ് നോക്കുക, CPR കൊടുക്കുക, കീപ് ദ ബോഡി വാം ആൻഡ് കോൾ മെഡിക്കൽ ഹെൽപ്പ്. ഒരിക്കലും റെസ്ക്യൂ ഡിലേ ചെയ്യരുത്. ഫസ്റ്റ് എയ്ഡ് ഫോർ പോയ്സണിങ് വരുന്ന എന്താണ്, ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണ്. അത് ചിലപ്പോൾ ഇഞ്ചക്ഷനിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഇഞ്ചക്ഷനിലൂടെ ആയിരിക്കാം, ഇൻഹലേഷനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്കിൻ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കാം. അപ്പോൾ ഫസ്റ്റ് എയ്ഡും പെട്ടെന്ന് തന്നെ കൊടുക്കണം. നേച്ചർ ഓഫ് പോയിസൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ട്രീറ്റ്മെൻറ്റ് മാറും ചിലപ്പോൾ വിക്ടിമിന്, പക്ഷെ എന്താക്കണം, കാമായിട്ട് തന്നെ വെക്കണം. അവരുടെ എയർ വേ മസ്റ്റ് ബി മെയിൻറ്റെയിൻ. ഇപ്പോൾ വൊമിറ്റിംഗ് വരാം, ഇൻഡ്യൂസിങ് വൊമിറ്റിംഗ് ആണ് ചിലപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ. ഇൻഡ്യൂസിങ് വൊമിറ്റിംഗ് ഇസ് ജനറലി അവോയ്ഡഡ് അൺലെസ് ഡയറക്റ്റഡ് ബൈ. ഓക്കെ, അപ്പോൾ ചില ഹാംഫുൾ സബ്സ്റ്റൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ജനറലി എന്ത് ചെയ്യാറുണ്ട്, അവോയ്ഡ് ചെയ്യാറുണ്ട് അൺലെസ് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ പറയുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ പേഴ്സൺ കോൺഷ്യസ് ആണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാം, പ്രൊവൈഡഡ് ഇറ്റ് ഈസ് സേഫ് ടു ഡൂ സോ. ഇമ്മീഡിയറ്റ് ട്രാൻസ്പോർട്ട് ടു ഹോസ്പിറ്റൽ ഈസ് എസെൻഷ്യൽ. എനി സാമ്പിൾ ഓഫ് ദ പോയിസണും നമ്മൾ കൂടെ കൊണ്ടുപോകണം. ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഹാംഫുൾ സബ്സ്റ്റൻസ് ആണ്, സിംറ്റംസ് ആണ് വൊമിറ്റിംഗ്, ഡിസിനസ്, ബ്രീത്തിങ് പ്രോബ്ലംസ്, അൺകോൺഷ്യസ്. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യരുത്. വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് സേഫ് ആണെങ്കിൽ കൊടുക്കുക. ടേക്ക് ടു ഹോസ്പിറ്റൽ. ഡു നോട്ട് ഗീവ് അൺനോൺ മെഡിസിൻ ഒന്നും കൊടുക്കരുത്. കീപ് ദ പോയിസൺ സാമ്പിൾ. ഫസ്റ്റ് എയ്ഡ് ഫോർ ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് വരുന്നത് എപ്പോഴാണ്, ഇലക്ട്രിക് കറണ്ട് ഒരാളുടെ ബോഡി കൂടെ പാസ് ചെയ്യുന്നു, സിവിയർ ആയിട്ടുള്ള ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്കണക്ട് ചെയ്യുക. ആ പവർ സോഴ്സിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി ഡിസ്കണക്ട് ചെയ്യുക. ഒരിക്കലും വിക്ടിമിനെ ഡയറക്റ്റ്ലി ടച്ച് ചെയ്യരുത് ഈ കറണ്ട് ഓഫ് ആയിരിക്കുന്ന വരെ. ഒരു നോൺ കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, കറണ്ട് പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു വുഡോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് വേണം വിക്ടിമിനെ ടച്ച് ചെയ്യാൻ. അപ്പോൾ വിക്ടിം ഈ സോഴ്സിൽ നിന്നും ഫ്രീ ആണ്, മുക്തമായി എന്നുള്ളതിന് ശേഷം ബ്രീത്തിങ്ങും പൾസും ചെക്ക് ചെയ്യുക. നെസസറി ആണെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേൺസ് ഒക്കെ ഉണ്ട് കോസ്ഡ് ബൈ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അത് കെയർഫുള്ളായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഒരു ക്ലീൻ ക്ലോത്ത് വെച്ച് കവർ ചെയ്യുക. മെഡിക്കൽ ഹെൽപ്പ് പെട്ടെന്ന് തന്നെ പെടണം. ഇൻറ്റേർണൽ ഡാമേജ് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ ദ ബോഡിയാണ്. ബേൺസ് വരാം, മസിൽ സ്പാസംസ് വരാം, കാർഡിയാക് അറസ്റ്റ് വരാം. പവർ സ്വിച്ച് ഓഫ് ചെയ്യുക, നോൺ കണ്ടക്റ്റീവ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ടച്ച് ചെയ്യുക, ബ്രീത്തിങ് ചെക്ക് ചെയ്യുക, CPR പെർഫോം ചെയ്യുക, സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. പിന്നെ ഒരു പ്രിക്കോഷൻ ആണ്, നെവർ ടച്ച് വിക്ടിം ഡയറക്ട്ലി. ഫസ്റ്റ് എയ്ഡ് ഫോർ ബേൺസ് എന്ന് പറയുന്നത് ഇഞ്ചുറീസ് ആണ്, കോസ്ഡ് ബൈ ഹീറ്റ് ആവാം, കെമിക്കൽസ്, ഇലക്ട്രിസിറ്റിയോ റേഡിയേഷൻ ആവാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതിനെ കൂൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ആ അഫക്റ്റഡ് ഏരിയ. അതിന് വേണ്ടി റണ്ണിങ് വാട്ടറിൻ്റെ താഴെ നമ്മൾ പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ താഴെ ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ കൈ പിടിക്കുക. ഇതിലൂടെ നമുക്ക് ആ പെയിനും ഫർദർ ടിഷ്യൂ ഡാമേജ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈറ്റ് ക്ലോത്തിങ് എന്തെങ്കിലും ജ്വല്ലറി ഒക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും റിമൂവ് ചെയ്യണം. കാരണം മെറ്റീരിയൽ സ്കിന്നിൻ്റെ അടുത്തേക്ക് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓയിൽ, ബട്ടർ, ടൂത്ത് പേസ്റ്റ് ഒന്നും ഒരിക്കലും അപ്ലൈ ചെയ്ത് അത് ഇഞ്ചുറി വേഴ്സൺ ചെയ്യും. അപ്പോൾ ബേൺ എന്ന് പറയുന്ന ഒരു സ്റ്റെറൈൽ ഡ്രസ്സിങ് കൊണ്ട് കവർ ചെയ്യുക. സിവിയർ ബേൺ ഒക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ കൊണ്ടുപോകും. അപ്പോൾ ഹീറ്റ്, കെമിക്കൽസ്, ഇലക്ട്രിസിറ്റി ഓർ റേഡിയേഷൻ കൊണ്ടാണ് റെഡ്നെസ് വരാം, ബ്ലിസ്റ്റേഴ്സ് വരാം, പെയിൻ വരാം. ഫസ്റ്റ് എയ്ഡ് ഫോർ വൂണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രേക്ക് ഇൻ ദ സ്കിൻ ഓർ അണ്ടർലൈൻ ടിഷ്യൂ ആണ്, ഓഫൺ അക്കമ്പനീഡ് ബൈ ബ്ലീഡിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു മുറിവിനെ, വൂണ്ടിനെ ക്ലീൻ ചെയ്യുക വിത്ത് ക്ലീൻ വാട്ടർ ടു റിമൂവ് ഡേർട്ട്. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ഡയറക്റ്റ് പ്രഷർ ഈസ് ദെൻ അപ്ലൈഡ് യൂസിങ് എ ക്ലീൻ ക്ലോത്ത് അല്ലെങ്കിൽ ബാൻഡേജ് ഒക്കെ യൂസ് ചെയ്യാം ടു കൺട്രോൾ ബ്ലീഡിങ്. പോസിബിൾ ആണെങ്കിൽ ഇഞ്ചേർഡ് പാർട്ടിനെ നമ്മൾ കുറച്ച് എലവേറ്റഡ് പൊസിഷനിൽ വെക്കണം, കുറച്ച് പൊക്കി വെക്കണം. അബൌട്ട് ദ ഹാർട്ട് ലെവൽ ടു റെഡ്യൂസ് ബ്ലഡ് ഫ്ലോ. ഇപ്പോൾ കൈയൊക്കെ നല്ലോണം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ലെവലിന് മുകളിലായിട്ട് വേണം മുറിഞ്ഞ് കൈ ഉയർത്തി പിടിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ബ്ലഡ് ടു റെഡ്യൂസ് ബ്ലഡ് ഫ്ലോ എന്നുള്ളതാണ്. ബ്ലീഡിങ് കൺട്രോൾ ആണെങ്കിൽ വൂണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം. സിവിയർ ബ്ലീഡിങ് ആണെങ്കിൽ കണ്ടിന്യൂസ് പ്രഷർ കൊടുക്കണം അൺടിൽ ദ മെഡിക്കൽ ഹെൽപ്പ്. സോ വൂണ്ട് എന്ന് പറയുന്ന ഒരു ബ്രേക്കാണ് ഇൻ ദ സ്കിൻ ഓർ ടിഷ്യൂ. ബ്ലീഡിങ്, പെയിൻ, സ്വെല്ലിംഗ് ഒക്കെ വരാം. ക്ലീൻ ചെയ്യുക, പ്രഷർ അപ്ലൈ ചെയ്യുക, ബാൻഡേജ് ചെയ്യുക, എലവേറ്റ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക ഇൻഫെക്ഷനെ. അടുത്തതാണ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹാർട്ട് മസിലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആവാണ്. അപ്പോൾ ഈ സമയത്ത് ചെസ്റ്റ് പെയിൻ വരാം, ബ്രെത്ത്ലെസ്നെസ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സ്വെറ്റിംഗ്, നന്നായി വേർക്കാം, അതുപോലെ തന്നെ ഡിസ്കംഫർട്ട് ആംസിലും ജോയിലും ഒക്കെ വരാം. ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം. ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ അവരെ ഇരുത്തുക, സെമി റിക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, അതായത് ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു ചെയറിലോ മറ്റിരുത്തുക. ടൈറ്റ് ക്ലോത്തിങ് ഒക്കെ ലൂസ് ഉണ്ടാക്കുക. പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ ആണെങ്കിൽ ആസ്പിരിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം ടു റെഡ്യൂസ് ക്ലോട്ടിങ്. എമർജൻസി സർവീസസ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അൺകോൺഷ്യസ് ആവാണ്, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ CPR വേഗം കൊടുക്കുക. ഹാർട്ട് അറ്റാക്ക് നടക്കുന്നത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആകുമ്പോഴാണ്.
ചെസ്റ്റ് പെയിൻ, സ്വെറ്റിംഗ്, ബ്രെത്ത്ലെസ്നെസ് ഒക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ്. ഇരുത്തുക, ആസ്പിരിൻ കൊടുക്കുക, എമർജൻസി ആൻഡ് സിപ്പ് ചെയ്യുക. ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യരുത്. അടുത്തത് ഫ്രാക്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രേക്ക് ഓർ ക്രാക്ക് in a bone caused by injury or accident. ഇപ്പോൾ അഫക്റ്റഡ് ഏരിയ യൂഷ്വലി പെയിൻഫുൾ ആയിരിക്കും, വീർത്തിരിക്കാം, അതുപോലെ തന്നെ ഡീഫോംഡ് ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ആകൃതിക്ക് മാറ്റം വരും. അപ്പം ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫർദർ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഞ്ചേർഡ് പാർട്ട് ഇമ്മൊബിലൈസ്ഡ് ആയിരിക്കണം, അതൊരിക്കലും മൂവ് ചെയ്യരുത്. ഇതിനൊരു സ്പ്ലിൻറ്റോ ഇനി റിജിഡ് സപ്പോർട്ടൊക്കെ കൊടുക്കണം. മൂവ്മെൻറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യണം, കാരണം അത് വേഴ്സൺ ചെയ്യാം ഇഞ്ചുറിയെ. കോൾഡ് കംപ്രസ് ഒക്കെ അപ്ലൈ ചെയ്യാം ടു റെഡ്യൂസ് സ്വെല്ലിംഗ്. ദ വിക്ടിം ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് കെയർഫുള്ളി ടു എ മെഡിക്കൽ ഫെസിലിറ്റി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് എയ്ഡ് ഫോർ ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കേസസ് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതൊരു സീരിയസ് കണ്ടീഷനാണ്. എക്സസീവ് ആയിട്ടുള്ള ബോഡി ഹീറ്റ് കുറേ നേരത്തേക്ക് ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് പ്രൊലോങ്ഡ് എക്സ്പോഷർ, അത് നമ്മൾ ഒരുപാട് കൊള്ളുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനോട് എക്സ്പോസ്ഡ് ആയി പോകുന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ പല സിംറ്റംസും കാണിക്കാം. ഹൈ ബോഡി ടെമ്പറേച്ചർ, കൺഫ്യൂഷൻ, ഡിസിനെസ്, തല കറങ്ങുന്ന പോലെ, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്വെറ്റിംഗ് ഒക്കെ വരാം. അപ്പോൾ വിക്ടിമിനെ പെട്ടെന്ന് തന്നെ ഒരു കൂൾ ആൻഡ് ഒരു ഷെയ്ഡുള്ള, ഒരു തണുപ്പുള്ള അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഷെയ്ഡുള്ള ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകാം. ടൈറ്റ് ക്ലോത്തിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലൂസാക്കുക. ബോഡി എന്ന് പറയുന്നത് കൂൾ ചെയ്യാൻ വേണ്ടി വെറ്റ് ക്ലോത്ത്സ്, ഫാൻസ് അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യാം. ഫ്ലൂയിഡ്സ് ഒക്കെ മേ ബി ഗവൺ ഇഫ് ദ പേഴ്സൺ കോൺഷ്യസ് ആണെങ്കിൽ ഫ്ലൂയിഡ്സ്, വെള്ളം എന്തെങ്കിലും കാര്യം കൊടുക്കാം. ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ നെസസറി ആണ്. കാരണം ഒരു ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്, ലൈഫ് ത്രെറ്റനിങ് ആണ്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഓവർ ഹീറ്റിംഗ് ഓഫ് ദ ബോഡി കൊണ്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് പ്രകാരം നമ്മൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട്, ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ ബോഡിയിൽ ഓവർ ഹീറ്റിംഗ് വരാം. അതിന് ഇപ്പോൾ തുറച്ചായൊരു സ്ഥലത്ത് സൂര്യൻ്റെ അടുത്ത് തന്നെ പോയി ആ എക്സ്പോഷർ തന്നെ വേണമെന്നില്ല. നമ്മുടെ വീടുകളുടെ ഉള്ളിൽ, അതുപോലെ തന്നെ കാറിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടും ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചർ, ഡിസിനെസ്, കൺഫ്യൂഷൻ വരാം. മൂവ് ടു എ കൂൾ പ്ലേസ്, ഗീവ് ഫ്ലൂയിഡ്സ്, കൂൾ ബോഡി, സീക്ക് ഹെൽപ്പ്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. CPR, ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്ന എസെൻഷ്യൽ സ്കിൽസ് ആണ്. ദ പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ഇൻ എമർജൻസി സിറ്റുവേഷൻ. അത് ഡ്രോണിങ്, പോയിസണിങ്, ബേൺ, സ്ക്രാച്ചസ്, ഒരു ഹാർട്ട് അറ്റാക്ക്, ക്വിക്ക് ആൻഡ് കറക്റ്റ് ആക്ഷൻ ആണ് ടു സേവ് ലൈഫ്സ് ആൻഡ് പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻ. ഈ മെഷേഴ്സ് ഒരു ബ്രിഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് between the occurrence of an emergency and the arrival of professional help. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫുഡ് ന്യൂട്രിയൻസ്, കലോറിക് വാല്യൂ, കലോറിക് റിക്വയർമെൻറ്റ്സ് ആൻഡ് മാൽന്യൂട്രീഷൻ. ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബേസിക് നെസസിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇതിനൊരു വൈറ്റൽ റോൾ പ്ലേ ചെയ്യാനുണ്ട് ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്, ഗ്രോത്ത് ആൻഡ് ഓവറോൾ വെൽബീങ്. ഒരു ഹ്യൂമൻ ബോഡിക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ് വേണം. അതിന് അപ്രോപ്രിയേറ്റ് എമൗണ്ടിൽ തന്നെ വേണം ടു ഫങ്ഷൻ എഫിഷ്യൻ്റ്ലി. സോ ഫുഡിനെ കുറിച്ച്, ന്യൂട്രിയൻസിനെ കുറിച്ച്, കലോറി ഇൻടേക്കിനെ കുറിച്ച്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയെ കുറിച്ച്, നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കുറവ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവയർനെസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മോഡേൺ ടൈംസിൽ അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ ഒക്കെ മേജർ കൺസേൺസ് ആണ്. വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കാം. ഫുഡ് എന്ന് പറയുന്ന എനി സബ്സ്റ്റൻസ് ആണ്, ദറ്റ് ഈസ് കൺസ്യൂം. നമ്മൾ കഴിക്കുന്ന ഏത് സബ്സ്റ്റൻസും ആവാം, കഴിക്കാൻ പറ്റുന്ന, അത് നമുക്ക് എനർജി, ന്യൂറിഷ്മെൻറ്റ്, സപ്പോർട്ട് ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ദ ബോഡി ഒക്കെ തരുന്നുണ്ട്. ചിലപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിരിക്കില്ല അൺലെസ് ഇറ്റ് കണ്ടെയ്ൻസ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അതിലില്ലെങ്കിൽ അത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡിലുള്ള കെമിക്കൽ കോമ്പണൻസ് ആണ്. നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്ത് ആവശ്യമാണ്. ഈ ന്യൂട്രിയൻസിനെ നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും രണ്ടായി തിരിക്കാം. ഇതും ചോദിക്കാം കേട്ടോ, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്. സോ മാക്രോ ന്യൂട്രിയൻസ് ആണ് CPF, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. ഇത് ലാർജർ അമൗണ്ട്സിൽ നമുക്ക്, മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജർ അമൗണ്ട്സിൽ വേണം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ്, നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റും. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഗ്രോത്ത്, റിപ്പയർ ഓഫ് ടിഷ്യൂസ്, മസിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ആവശ്യമാണ്. ഫാറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജിയാണ്, ഇൻസുലേഷനും പ്രൊട്ടക്ഷൻ ഓഫ് ഓർഗൻസിനും അത് ആവശ്യമാണ്. ഇനി മൈക്രോ ന്യൂട്രിയൻസിലാണ് വൈറ്റമിൻസിനും മിനറൽസ്, വാട്ടർ ഒക്കെ വരുന്നത്. ഇതും റിക്വയർഡ് ആണ്, പക്ഷേ സ്മോളർ ക്വാണ്ടിറ്റീസിൽ മതി, പക്ഷേ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസ് ആണ് നമ്മുടെ ബോഡി പ്രോസസ്സസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നത്. മിനറൽസ് ആണ് കാൽഷ്യം, അയൺ പോലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്ന് ബോൺ ഹെൽത്തും ബ്ലഡ് ഫോർമേഷനും നടത്തുന്നത്. ഇതിന് പുറമെ വാട്ടർ, ഫൈബർ, ഇതും ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ആണ് ഇൻ ആൻഡ് ഹെൽത്തി ഡയറ്റ്. സോ വാട്ടർ ഹെൽപ്സ് ഇൻ ഡൈജഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ്. ഫൈബർ എന്തിൽ എയ്ഡ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ഡൈജഷൻ ആൻഡ് പ്രിവെൻറ്റ്സ് കോൺസ്റ്റിപ്പേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കലോറിക് വാല്യൂ എന്ന് പറയുന്നത് amount of energy provided by food when it is consumed and metabolized by the body. അതായത് ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന amount of energy.
ഈ എനർജിയെ മെഷർ ചെയ്യുന്നതിനെയാണ് കിലോ കലോറീസ് അല്ലെങ്കിൽ KCAL എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് എനർജിയാണ് തരുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ഏകദേശം പെർ ഗ്രാം നോക്കുകയാണെങ്കിൽ 4 കലോറി തരുന്നുണ്ട്. പ്രോട്ടീൻസ് 4 കലോറി പെർ ഗ്രാം തരുന്നുണ്ട്. ഫാറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം 9 കലോറി പെർ ഗ്രാം ആണ് തരുന്നത്. സോ കലോറിക് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് എത്ര എനർജി ഒരു പേഴ്സൺ ഒരു ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ എനർജിയാണ് നമ്മൾ ബേസിക് ഫങ്ഷൻസ് ആയിട്ടുള്ള ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡൈജഷൻ ആസ് വെൽ ആസ് ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ കലോറി ഇൻടേക്കിൽ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരാം. എക്സസ് ആയിട്ടുള്ള കലോറി ഇൻടേക്ക് ആണെങ്കിൽ വെയിറ്റ് ഗെയിനും ഒബീസിറ്റിയും വരാം. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കലോറി ആണെങ്കിൽ വെയിറ്റ് ലോസിലും വീക്ക്നെസ്സിലും നടക്കാം. അപ്പോൾ കലോറി റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ കലോറി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് എനർജി എ പേഴ്സൺ നീഡ്സ് ഡെയിലി ടു മെയിൻറ്റെയിൻ നോർമൽ ബോഡി ഫങ്ഷൻസ് ആൻഡ് പെർഫോം ആക്ടിവിറ്റീസ്. ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള എനർജി, ആ എമൗണ്ട് ഓഫ് എനർജി ഒരു ആൾക്ക് ആവശ്യമുള്ളത് അതിനാണ് പറയുന്നത്. ഈ റിക്വയർമെൻറ്റ് ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. സോ മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏജ്, ജെൻഡർ, ബോഡി സൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ, മെറ്റബോളിക് റേറ്റ് ഒക്കെ. ഇപ്പോൾ ചിൽഡ്രൻ ഒക്കെ ആണെങ്കിൽ മോർ കലോറീസ് അവർക്ക് ആവശ്യമുണ്ട് ഫോർ ഗ്രോത്ത്. അഡൾട്ട്സിനാണെങ്കിൽ ബോഡി ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കലോറീസ് ആണ് വേണ്ടത്. ഇപ്പോൾ ഇൻഡിവിജ്വൽസ് ഇപ്പോൾ ഹെവി ഫിസിക്കൽ വർക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കലോറീസ് വേണം കമ്പയർഡ് ടു ദി സെഡാൻറ്ററി ഇൻഡിവിജ്വൽസ്. സോ മെന്നിന് കൂടുതൽ കലോറി ഇൻടേക്ക് വേണം ബിക്കോസ് they have higher muscle mass. Athletes and physically active ഇൻഡിവിജ്വൽസിനും കൂടുതലായിട്ടുള്ള ഹയർ ആയിട്ടുള്ള കലോറി ഇൻടേക്ക് വേണം ടു സപ്പോർട്ട് ദിയർ പെർഫോമൻസ് ആൻഡ് റിക്കവറി. ഒരു ബാലൻസ്ഡ് കലോറി ഇൻടേക്ക് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ എനർജി ബാലൻസ്. അപ്പോൾ കലോറി ഇൻടേക്ക് ആണ് കലോറി എക്സ്പെൻഡിച്ചറുമായിട്ട് ഈക്വൽ ആവണം. അപ്പം മെയിൻറ്റെയിനിങ് ദിസ് ബാലൻസ് ഇസ് എസെൻഷ്യൽ ഫോർ ഹെൽത്തി ബോഡി വെയ്റ്റ് ആൻഡ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. ആൻഡ് വാട്ട് ഈസ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത് ബോഡിയിൽ സംഭവിക്കുന്നത് അതിന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇത് അണ്ടർ ന്യൂട്രീഷനോ ഓവർ ന്യൂട്രീഷനോ കൊണ്ടുവരാം. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അപ്പോൾ വീക്ക്നെസ്, സ്റ്റണ്ടഡ് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം, ഡെഫിഷ്യൻസി ഡിസീസസ് ഒക്കെ വരാം. അപ്പോൾ കോമൺ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് അനീമിയ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, റിക്കറ്റ്സ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, സ്കർവി, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഒക്കെ വരുന്നു. അങ്ങനെ ഓവർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എക്സസീവ് ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ് കൊണ്ട്, എസ്പെഷ്യലി കാലോറീസ് കൊണ്ടാണ് ഒബീസിറ്റി, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് ഒക്കെ വരാം. സോ മാൽന്യൂട്രീഷനും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റിയെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ അസുഖങ്ങൾ ബാധിക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റുന്നുണ്ട്. കുട്ടികളിലാണെങ്കിൽ അവരുടെ ഗ്രോത്തിനെ അത് ബാധിക്കാം, പോ അക്കാദമിക് പെർഫോമൻസ് ആയിരിക്കാം. സോ മാൽന്യൂട്രീഷനെ പ്രിവെൻറ്റ് ചെയ്യണം ത്രൂ ബാലൻസ്ഡ് ഡയറ്റ്, പ്രോപ്പർ അവയർനെസ് ആൻഡ് അക്സസ് ടു ന്യൂട്രീഷ്യസ് ഫുഡ്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് it's also about healthy eating habits and regular monitoring of nutritional status, and these are very necessary to control malnutrition. ഇനി വൈറ്റമിൻസ് ആൻഡ് ഡിസീസസ് കോസ്ഡ് ബൈ ദെയർ ഡെഫിഷ്യൻസി ആണ്. സോ വൈറ്റമിൻസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്. നമുക്ക് നോർമൽ ഗ്രോത്ത്, മെറ്റബോളിസം, ബോഡി ഫങ്ഷൻസിനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഡെഫിഷ്യൻസി കൊണ്ട് പല അസുഖങ്ങളും വരാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരാം, അല്ലെങ്കിൽ സീറോഫ്താൽമിയയും വരാം. പിന്നെ പുവർ വിഷൻ വരാം ഇൻ ഡിം ലൈറ്റിൽ നമുക്ക് കാഴ്ചയില്ലാത്ത പോലെ ഡ്രൈ ഐസ് ഒക്കെ വരാം. വൈറ്റമിൻ B1 കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് ബെറിബറി. വൈറ്റമിൻ B2 കൊണ്ടുവരുന്നതാണ് അരിബോഫ്ലാവിനോസിസ്. വൈറ്റമിൻ B3 പെലാഗ്ര. വൈറ്റമിൻ B6 കൊണ്ടുവരുന്നതാണ് അനീമിയ, നെർവ് ഡിസോർഡേഴ്സ്. വൈറ്റമിൻ B9 വരുന്നതാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B12 കൊണ്ടുവരുന്നതാണ് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ സി കൊണ്ടുവരുന്ന സ്കർവി. വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. വൈറ്റമിൻ ഇ മസിൽ വീക്ക്നെസ്, നെർവ് ഡാമേജ്. വൈറ്റമിൻ കെ കൊണ്ട് എക്സസ് ബ്ലീഡിങ് വരാം. ഓക്കെ, അപ്പോൾ അയണിൻ്റെ കുറവുകൊണ്ട് അനീമിയ വരാം, അയഡിൻ്റെ കുറവുകൊണ്ട് കുറച്ച് വരാം, കാൽഷ്യം കാരണം വീക്ക് ബോൺസ് വരാം, ഓസ്റ്റിയോപൊറോസിസ് വരാം, പ്രോട്ടീൻ്റെ കുറവുണ്ട് മരാസ്മസ് വരാം, ക്വാഷിയോർക്കർ വരാം. സോ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്നിങ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, എഗ്സ്, ഗ്രെയിൻസ്, പൾസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസിനെ കുറയ്ക്കാം. സോ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആണ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് വെൽബീങ്. സോ അണ്ടർസ്റ്റാൻഡിങ് ന്യൂട്രിയൻസ്, കലോറിക് വാല്യൂ ആൻഡ് കലോറിക് റിക്വയർമെൻറ്റ്സ് നമുക്ക് ബെറ്റർ ഡയറ്ററി ചോയ്സസ് ഉണ്ടാക്കാം. സോ മാൽന്യൂട്രീഷൻ അത് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എക്സസ് കൊണ്ടാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കോൺസിക്വൻസസ് വരാം. പക്ഷേ ലാർജ്ലി പ്രിവെൻറ്റബിൾ ആണ് ത്രൂ പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്. സോ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അഡ്വക്കേറ്റ് കലോറി ഇൻടേക്ക് ഉറപ്പാക്കുക, പ്രൊമോട്ടിങ് ന്യൂട്രീഷണൽ അവയർനെസ് ആൻഡ് എസെൻഷ്യൽ. ആൻഡ് ഇതൊക്കെ എന്താണ് എസെൻഷ്യൽ ആണ് ഫോർ ലീഡിങ് എ ഹെൽത്തി, ആക്റ്റീവ് ആൻഡ് ഡിസീസ് ഫ്രീ ലൈഫ്. താങ്ക് യു.